ഹായ് എല്ലാവർക്കും നമസ്കാരം. PSC അവേഴ്സിൻ്റെ മറ്റൊരു പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എക്സാമൊക്കെ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ സുഖമായിരുന്നില്ലേ? കമ്പാരിറ്റീവ്ലി ഫസ്റ്റിൻ്റെയും സെക്കൻഡിനെയും അപേക്ഷിച്ച് ഭയങ്കര സുഖമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ഇന്ന്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഒന്ന് നോക്കാം. ഇത് കോഡ് D ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28-നാണ്. EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്താണ്. താഴെ പറയുന്നവയിൽ വേറിട്ടു നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മഹാദേവ ഗോവിന്ദ റാനഡെ. ഓപ്ഷൻ C മഹാദേവ ഗോവിന്ദ റാനഡെയാണ് വേറിട്ടു നിൽക്കുന്നത്. ബാക്കി എല്ലാവരും എന്താണ്? കേരളത്തിലേതാണ്. അടുത്ത ചോദ്യം, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരാണ്? KM പണിക്കരാണ്. അംഗമായിരുന്ന മലയാളി ഓപ്ഷൻ A KM പണിക്കരാണ്. അഞ്ചാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക എന്നതാണ്. സൂചകങ്ങൾ 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. അടുത്തത് 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. അപ്പം നമുക്കറിയാം ഓപ്ഷൻ C AK ഗോപാലൻ. ആറാമത്തെ ചോദ്യം, ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഓപ്ഷൻ D ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഏഴാമത്തെ ചോദ്യം, ഫത്തുൽ മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ A ആണ് 1ഉം 2ഉമാണ് ഗാസി മുഹമ്മദ് എഴുതിയത്. പിന്നെ സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട്. അപ്പോൾ കേരളത്തിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ചല്ല, 17-ാം നൂറ്റാണ്ടിലല്ല 16-ാം നൂറ്റാണ്ടിൽ എഴുതിയതാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ് 1, 2. എട്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്നത് വടകരയിലെ വനിത ഓക്കെ. ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ്. ഓപ്ഷൻ C അയ്യത്താൻ ഗോപാലൻ. പത്താമത്തെ ചോദ്യം, ബാരിസ്റ്റർ GP പിള്ള താഴെ പറഞ്ഞ ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ഓപ്ഷൻ D മലയാളി മെമ്മോറിയൽ. 11ാമത്തെ ചോദ്യം, കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തതാരാണ്? ഓപ്ഷൻ C ആണ് ഷൺമുഖം ചെട്ടിയാണ് പെടാത്തത്. 12ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന രൂപീകരണത്തിനായിട്ട് തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിൽ ഒരെണ്ണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ B അഗസ്തീശ്വരമാണ് വിട്ടുകൊടുത്തത്. 13ാമത്തെ ചോദ്യം, വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. ഓപ്ഷൻ B നിശാന്തത. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻ C ഹീമോഫീലിയാണ് ജീവിതശൈലി രോഗമല്ലാത്തത്. 15 നിശബ്ദ വസന്തം സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ഓപ്ഷൻ D റേച്ചൽ കാഴ്സൺ. 16ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ A പെരിയാർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണേത്? ഓപ്ഷൻ B ഇനാമൽ. 18 ഏതിനം ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? ഓപ്ഷൻ C ലിംഫോസൈറ്റ്. 19ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ A കരളിൽ വെച്ചാണ്. 20 കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനമാണ് പ്രിയങ്ക. ഓപ്ഷൻ D. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് ആഘോഷിച്ചത്? ഓപ്ഷൻ C 2023. 22ാമത്തെ ചോദ്യം, സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായിട്ട് പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? ഓപ്ഷൻ B 5 ലക്ഷം രൂപയാണ്. 23ാമത്തെ ചോദ്യം, പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. അതിലെ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. തന്നിരിക്കുന്നവയിൽ 2ഉം 3ഉം മാത്രം ആണ് പ്രവൃത്തി പോസിറ്റീവായിട്ടുള്ള സന്ദർഭങ്ങൾ. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി. മൂന്നാമത്തെ ഓപ്ഷൻ, ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. 23ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ C ആണ്. 2ഉം 3ഉം ആണ്. 24ാമത്തെ ചോദ്യം, ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ F-നും P-ക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്ത്? ഓപ്ഷൻ D വസ്തുവിനേക്കാൾ വലുത്, മിഥ്യ, നിവർന്നത്. 25ാമത്തെ ചോദ്യം, മനുഷ്യരുടെ ശ്രവണ പരിധി. ഓപ്ഷൻ C ആണ് 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെ. 28 ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിലിൽ പ്രകാരം. ഓപ്ഷൻ A 310 കെൽവിൻ ആണ്. 27 ചലനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ സമവാക്യം. ഓപ്ഷൻ B U² = V² - 2AS. 28ാമത്തെ ചോദ്യം, ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ C രാസോർജ്ജം ഗതികോർജ്ജമാകുന്നു. 29ാമത്തെ ചോദ്യം, സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. അതിൻ്റെ കോഡ് EMS എല്ലാവർക്കും അറിയില്ല. അപ്പോൾ ഭൂമി, സൂര്യൻ, ചന്ദ്രൻ. ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു. ഓപ്ഷൻ A. മാർക്ക് ചെയ്തില്ല. ഓപ്ഷൻ A ആണ്. 30ാമത്തെ ചോദ്യം, ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. അതിൽ ആൻസർ
ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്നവയിൽ 2 മാത്രമാണ് തെറ്റ്. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നില്ല. ശരിയായത് ഹൈഡ്രജൻ നിറമോ മണമോ ഇല്ല. ഹൈഡ്രജൻ ദ്വയാറ്റമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. 31ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോട്ടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ അറ്റോമിക് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണെന്ത്? ഐസോട്ടോപ്പുകൾ. 32 അറ്റോമിക സംഖ്യ 8 ആയ മൂലകമാണെന്ത്? ഓക്സിജൻ. 33 മാത്സ് ആണ്. ജസ്റ്റ് ആൻസർ മാത്രം ഇങ്ങനെ വായിച്ചു പോവാം. 33 17 ഓപ്ഷൻ ബി. 34 ഓപ്ഷൻ എ 36. 35 ഓപ്ഷൻ ബി 0.666. 36ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 0.09. 37ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ 312 കിലോമീറ്റർ. 38ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 13. 39ൻ്റെ ആൻസർ ഓപ്ഷൻ സി 1344 രൂപ. 40ൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 37/16. 41ൻ്റെ ആൻസർ ഓപ്ഷൻ സി 47. 42ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 315. 43ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 44ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 31. 45ൻ്റെ ആൻസർ ഓപ്ഷൻ എ 730. 46ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 196. 47ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 23. 48ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 1/6. 49ൻ്റെ ആൻസർ ഓപ്ഷൻ സി 13. 50ൻ്റെ ആൻസർ ബി തിയേറ്റർ. 51ൻ്റെ ആൻസർ ബി സഹോദരൻ. 52ൻ്റെ ആൻസർ എ 19. 53ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഡോക്ടർ സി എസ് കോത്താരി. 54ൻ്റെ ആൻസർ ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 10-നാണ്. 55 ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് പറഞ്ഞത് ഓപ്ഷൻ ബി മെറ്റണിക് ആണ്. 56 കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാണ് ആര്? ഓപ്ഷൻ ബി കുറുളി ചേകോൻ. 57 രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിൽ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ സി കൊല്ലം. 58 ഗ്രീനിച്ച് സമയം 0 ഡിഗ്രി രേഖാംശരേഖയിൽ 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണ്? 5.5 മണിക്കൂർ മുന്നിലായിരിക്കും. അപ്പോൾ ഓപ്ഷൻ സി 7:30 PM. 59 താഴെ പറയുന്നതിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇവയെല്ലാം ശരിയാണ്. ഓപ്ഷൻ സി. 60 ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 ആക്കിയത്? ഓപ്ഷൻ ഡി 61ാമത്തെ ഭേദഗതി. 61ാമത്തെ ചോദ്യം, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര. 62 മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. 63 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലാണ്. 64 ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. ഓപ്ഷൻ ബി ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ. അടുത്ത ചോദ്യം, 65ാമത്തെ ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. 66 കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാല്. ഓപ്ഷൻ എ ദേശീയ ജലപാത 3. 67 ഇന്ത്യയുടെ ധാന്യപുരം എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലം. ഓപ്ഷൻ ബി. 68 ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ്. ഓപ്ഷൻ എ ഭൂതല ഛായാഗ്രഹണം. ഭൂപ്രതലത്തിൽ നിന്നാവുമ്പോൾ ഭൂതലം, ആകാശത്തിൽ നിന്നാവുമ്പോൾ ആകാശീയ വിദൂര സംവേദനം. 69 ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലമാണേത്? ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലമാണ് ഇന്ദിരാ പോയിന്റ്. ഓപ്ഷൻ 70ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്തുക എന്നാണ്. ഇതിലെല്ലാതും ഏകദേശം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. നമുക്ക് വേണമെങ്കിൽ പശ്ചിമ അസ്വസ്ഥത എന്ന് പറയാം. ഏകദേശം എല്ലാം സ്വാധീനിക്കുന്നുണ്ടെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. 71ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. ഓപ്ഷൻ സി 1ഉം 3ഉം ശരിയാണ്. എന്താണ്? താരതമ്യേന വീതി കുറവാണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. 72 ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. ഇതിൽ ഓപ്ഷൻസിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗയാണ് കേട്ടോ. 73 ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായിട്ട് ബന്ധമില്ലാത്തത്? ഓപ്ഷൻ എ ആണ്. 2 മാത്രം. തെക്കേ ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? അയ്യങ്കാളി അല്ല കേട്ടോ. 74 തിരുകൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് 1949 ജൂലൈ 1-ന്. ഓപ്ഷൻ ബി. 75 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്നത്? ഓപ്ഷൻ സി ചമ്പാരനിലാണ്. 76 ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകനാണ് എ ജൊനാഥൻ ഡങ്കൻ. 77 താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ സി ആണ്. 2 മാത്രം. 78 സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. 79 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. 80ാമത്തെ ചോദ്യം, സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. 81 ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ? ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സി. ഓപ്ഷൻ സി ഹാങ്കാങ് ആണ്. 83 താഴെ പറഞ്ഞവയിൽ ഇന്ത്യൻ ഭരണഘടന നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ബി സ്വകാര്യ സ്വത്തിനുള്ള അവകാശം.
84 ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയനിലാണ്. 85 താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഇവയെല്ലാം തെറ്റാണ്. ദേശീയഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 അല്ല 52 സെക്കൻഡാണ്. പിന്നെ മാലിനി ചൗധരി അല്ല, സർലാദേവി ചൗധരിയാണ്. പിന്നെ നോബൽ സമ്മാനം ജേതാവ് ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ല. വേറെ ആരാ എഴുതിയത്? രവീന്ദ്രനാഥ ടാഗോറാണ് എഴുതിയത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഓപ്ഷൻ എ രാഷ്ട്രപതിയാണ് ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. അടുത്ത ചോദ്യം, 87 താഴെ പറഞ്ഞവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. ഓപ്ഷൻ സി 1, 3 മാത്രമാണ് ശരി. 93 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. 88 ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ അവയുടെ വിവരണങ്ങൾ നൽകിയിരുന്നു. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ ആർട്ടിക്കിൾ 17. പിന്നെ ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം വകുപ്പ് 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് 21 ഇന്ത്യൻ ഭരണഘടന ഹൃദയവും ആത്മാവും വകുപ്പ് 32. അടുത്ത ചോദ്യം, 89 ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷനാണ് ഫസൽ അലി. ഓപ്ഷൻ ബി. 90 പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായിട്ട് നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസൃതം നിർവഹിക്കണമെന്നത് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണെന്ത്? മാൻഡമസ്, നാം കൽപ്പിക്കുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ. 91 ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. 92 ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ഓപ്ഷൻ സി 22. കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം ഓപ്ഷൻ എ കരിമീൻ. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ഓപ്ഷൻ സി 9. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി. 95ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി കെ കൃഷ്ണൻകുട്ടി. 96 കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം ഓപ്ഷൻ സി 3. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഓപ്ഷൻ ഡി കല്ലട. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ ബി പാലക്കാട്. 99 കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ഓപ്ഷൻ എ വി അബ്ദുറഹ്മാൻ. 100 ചട്ടമ്പിസ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല തിരുവനന്തപുരം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിരുന്നില്ലേ? ഫസ്റ്റ് സ്റ്റേജിനെയും സെക്കൻഡ് സ്റ്റേജിനെയും അപേക്ഷിച്ച് എല്ലാവർക്കും സുഖമായിരുന്നു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.